ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ആ അപ്ഡേറ്റിൽ ഇറാൻ കടുത്ത ദേഷ്യത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതുമായിട്ട് ആ കടുത്ത ദേഷ്യത്തോടു കൂടി ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് 40 ബാലിസ്റ്റിക് മിസൈൽ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതാണ്ട് കുറേയൊക്കെ വീണ് പൊട്ടിയിട്ടുണ്ട്. കൃത്യമായ നമ്പേഴ്സ് പറയുന്നില്ല ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന്. എന്തായാലും കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഫൂട്ടേജസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഞാൻ തുടരെ വെക്കുന്ന ഇമേജസ് എല്ലാം ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ളതാണ്. അത് കുറേ വീടുകൾ, അതേപോലെ 80-ലധികം ആൾക്കാർക്ക് ഗുരുതരമായ പരിക്ക്, ആൾക്കാർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ കാഷ്വാലിറ്റീസ് ഉണ്ടെങ്കിൽ ലേറ്റർ അത് പബ്ലിഷ് ചെയ്യുമായിരിക്കും അവർ. ഇതാണ് ഇസ്രായേലിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഒരു മിസൈൽ ഹൈഫ ഭാഗത്താണ്, ബാലിസ്റ്റിക് മിസൈൽ വിത്തൗട്ട് സൈറൻ. അതായത് അവിടെ സൈറൻ എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അതായത് മിസറബിളി ഫെയിൽഡ്. ഇസ്രായേലിന്റെ ഹൈഫ ഭാഗത്ത് വെച്ചിരുന്ന എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഉണ്ടായ പിഴവാണ് കാരണമെന്ന് പറയുന്നുണ്ട്. ആരോ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ടെക്നിക്കൽ മാൽഫങ്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. സൈറൻ സിസ്റ്റം ഇസ്രായേലിന്റെ ഉള്ളിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മിസൈൽ ഹൈഫയിൽ വന്ന് പതിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ തുടരെ ഈ മിസൈലുകൾ വെച്ച് ഇങ്ങനെ ത്രെട്ട് ചെയ്യുന്നതിന്റെ കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം. അവർ മിസൈലുകൾ വളരെ വിദഗ്ധമായി പല രീതിയിലും പല രൂപത്തിലും പല മാക്സ് സ്പീഡിലൊക്കെ അവർ കരുതി വെച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ കയ്യിലുള്ള മിസൈലുകളുടെ ക്വാണ്ടിറ്റി കുറവാണെങ്കിലും പിന്നെ അവർ വിടുന്ന ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസൈൽ ത്രെട്ട് തന്നെയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഉള്ളിലും ന്യൂക്ലിയർ സൈറ്റുകളുണ്ട്, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മനഃപൂർവ്വം അതിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല, അല്ലാതെ ഞങ്ങൾ വിടുന്ന മിസൈൽ മാറിപ്പോകുന്നതല്ല, നിങ്ങളുടെ ന്യൂക്ലിയർ സൈറ്റുകൾ ഞങ്ങൾക്കറിയാം, അവിടേക്കും എയിം ചെയ്യാൻ അറിയാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എനിവേ, ഇതൊക്കെ യുദ്ധത്തിന്റെ രീതിയിലുള്ള ത്രെട്ടാണെന്നുണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള എസ്കലേഷൻസിലോട്ടാണ് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ. ഈ വിഷയങ്ങൾ ഇങ്ങനെ ഇരിക്കെ തന്നെ അബ്ബാസ് അരക്ചി റഷ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പുടിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുടിനുമായിട്ട് സംസാരിച്ചിട്ട് വാർത്താ സമ്മേളനത്തിന് പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, രണ്ട് ആണവ ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കും, വേണ്ടി വന്നാൽ അവർക്ക് ആണവായുധം നൽകും എന്ന് വരെ പറയുന്നുണ്ട്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഇന്ന രാജ്യം റഷ്യയാണോ അല്ലെങ്കിൽ ചൈനയാണോ ഇങ്ങനെയൊന്നും അവർ എടുത്ത് പറയുന്നില്ല. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്ന വിഷയം ഇതാണ്, അതായത് രണ്ടുപേരും ഞങ്ങൾക്ക് ആണവായുധം തരാൻ തയ്യാറാണ്, അതായത് റിട്ടാലിയേഷൻ ചെയ്യുന്നെങ്കിൽ ആണവായുധം മേടിച്ച് റിട്ടാലിയേഷൻ ചെയ്യും എന്നുള്ളൊരു സൂചന. പക്ഷേ അതൊക്കെ വെറും ഡയലോഗിൽ മാത്രം ഒതുങ്ങുന്ന വിഷയങ്ങളാണ്. ഒരു ആണവായുധം ഒരു രാജ്യം വേറൊരു രാജ്യത്തിലേക്ക് കൈമാറുന്നു എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല, അതത്ര എളുപ്പത്തിൽ നടക്കുന്ന വിഷയവുമല്ല. തൽക്കാലം ഈ ആണവായുധം ഉൽപ്പാദിപ്പിക്കാൻ ഇറാൻ പണിത് വെച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ച സ്ഥിതിക്ക് ഇപ്പൊ അമേരിക്ക അഗ്രസീവായിട്ട് ഒരു ആക്രമണം നടത്തിയ ഒരു പർട്ടിക്കുലർ ഡേ ആണല്ലോ. അപ്പൊ ആ ഡേയിൽ എവിടെ പോയാലും കുറച്ച് കൺസേൺ കിട്ടും, കുറച്ച് സിമ്പതി കിട്ടും. അപ്പൊ അങ്ങനെ ആൾക്കാർ കുറച്ചുകൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ പറയും. ഇത് ഡേ ബൈ ഡേ നീണ്ടു പോകുമ്പോഴത്തേക്കും ഇത് ഡിപ്ലോമാറ്റിക്കിൽ ഒതുങ്ങും, പിന്നെ ഫോറിൻ റിലേഷൻസിൽ ഒതുങ്ങും, പിന്നെ അത് വേറെ രീതിയിലുള്ള നെഗോസിയേഷൻസിലായിട്ട് മാറിത്തീരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് കാലാകാലങ്ങളായിട്ടുള്ള എല്ലാ നെഗോസിയേഷൻസും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ രാജ്യങ്ങളുടെ റിലേഷൻഷിപ്പും ഇങ്ങനെ തന്നെയാണ് ബിൽഡായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് ബിൽഡ് ചെയ്യപ്പെടുന്നത്. ഏതെങ്കിലും ഒരു രാജ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ നെഗോസിയേഷൻ വരും. മറ്റൊരു രാജ്യം, അതായത് തരാം എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യം ഏതെങ്കിലും രീതിയിൽ ചില ഉപാധികൾ വെക്കും. ആ ഉപാധികൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നെഗോസിയേഷൻ ആയിട്ട് അവസാനം നമുക്കത് വേണ്ടാന്ന് വെക്കേണ്ട ഒരു സാഹചര്യം വരും. അതാണ് എല്ലാ സ്ഥലങ്ങളും സംഭവിക്കുക, അത് തന്നെ ഇവിടെ സംഭവിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാർത്ത കൂടി പറയേണ്ടതുണ്ട്. ആ വാർത്ത എന്താണെന്ന് വെച്ചാൽ സെലൻസ്കിയാണ്. പുള്ളി നമ്മൾ കുറച്ച് നാൾ കൊണ്ടേ നോക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ഓൺ കപ്പാസിറ്റിയിൽ, ഉക്രൈൻ്റെ ഓൺ കപ്പാസിറ്റിയിൽ $43 ബില്യൺ ഞങ്ങൾ ഡിഫൻസിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ നീക്കി വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ 10-28 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം അവരവരുടെ GDP-യിൽ നിന്നും 0.25%, അതായത് യൂറോപ്പിലുള്ള ഇപ്പോൾ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ GDP-യിൽ വരുമാനത്തിൽ ആ GDP-യിൽ നിന്നും 0.25% ഉക്രൈനിലെ സെലൻസ്കിക്ക് കൊടുക്കണം ഡിഫൻസിന് വേണ്ടിയിട്ട്. ഇതാണ് ഉക്രൈനിലെ സെലൻസ്കിയുടെ പുതിയ ഡിമാൻഡ്. അതായത് ഇവിടെ ഒരു സൈഡിൽ ഇറാൻ, അമേരിക്ക, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് യൂറോപ്യൻ യൂണിയന്റെ അടുത്ത് ഒരു ഡിമാൻഡുമായിട്ട് വന്നിരിക്കുന്നത്. സെലൻസ്കി പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം യൂറോപ്യൻ യൂണിയൻ മൊത്തം സെലൻസ്കിയുടെ സെക്യൂരിറ്റിയിലാണ് കഴിയുന്നത്. സെലൻസ്കി ഒറ്റ ഒരാളില്ലാന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ മൊത്തം റഷ്യ അങ്ങ് പിടിച്ചെടുക്കും. അങ്ങനെയാണ് സെലൻസ്കി പറയുന്നത് കേട്ടോ. അങ്ങനെ സെലൻസ്കി പറയുന്നുണ്ട്. അത് വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും നാളും ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇതിന് എന്ത് മറുപടി പറയും എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇതൊരു കോമഡി ആയിട്ടാണ് യൂറോപ്യൻ യൂണിയൻ കണക്കാക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ 28 യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സെലൻസ്കി അപ്പോൾ തീർച്ചയായിട്ടും 0.25% കൊടുക്കണ്ടേ? നമ്മളുടെ GDP നമ്മൾ 6,50,000 കോടി എങ്ങാണ്ടാണ് നമ്മളുടെ ഡിഫൻസിന്റെ ബഡ്ജറ്റ്. അത് തന്നെ നമ്മളുടെ GDP-യുടെ 1.9% എങ്ങാണ്ടാണ്. അപ്പോൾ 0.25% എന്ന് പറയുന്നത് എന്തായാലും ഒരു 4-5 കോടിയൊക്കെ വരും. ഓരോ രാജ്യങ്ങളും അത്രത്തോളം കോടിക്കണക്കിന് പൈസ ഉക്രൈനിലെ സെലൻസ്കിക്ക് കൊടുക്കണം എന്നാണ് സെലൻസ്കി ഡിമാൻഡ് ചെയ്യുന്നത്. അത് നല്ല പദ്ധതിയാണ്, പക്ഷേ കൊള്ളാം, നല്ല പ്ലാനാണ്. എന്തായാലും വിജയിച്ചാൽ നല്ലതാണ്, സക്സസ്ഫുൾ ആണ്.
കാരണം ഉക്രൈനിലെ സെലൻസ്കിയുടെ ഭാര്യയും വിവിധ രാജ്യങ്ങളിൽ സ്വത്ത് മേടിച്ച് കൂട്ടുകയാണ്. ഇപ്പം പല രീതിയിലുള്ള അസറ്റുകളാണ് സ്വന്തമാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ പിന്നീട് ചെയ്യാം. യൂറോപ്യൻ യൂണിയൻ തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. സെലൻസ്കി 0.25% റവന്യൂവിൽ ഷെയറാ. അതായത് ഇപ്പോൾ ഉക്രൈന് വേണ്ടിയിട്ട് ഇവർ കച്ചവടം നടത്തി പൈസ മേടിച്ച് കൊടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇറാന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ഇറാൻ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് നടത്തിയ ആ ഒരു അറ്റാക്ക് 40 മിസൈൽ, ഫോർ എക്സാമ്പിൾ 80, 90, 100 മിസൈലുകളൊക്കെ വന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്ന ഈ ഒരു ഡിഫൻസ് മെക്കാനിസം ഇസ്രായേലിന്റെ ഇന്ന് എന്ത് സംഭവിച്ചു? ഇന്നലെ ശരിക്കും ഈ ഒരു ഡിഫൻസ് മെക്കാനിസം കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞതാണ് ഇസ്രായേൽ. അങ്ങനെ അതിശക്തമായ രീതിയിൽ ഡിഫൻസ് മെക്കാനിസം ഒരുക്കിക്കൊണ്ടാണ് അമേരിക്ക ഇറാന്റെ ഉള്ളിൽ ആക്രമണം നടത്താൻ പോയത്. 5 ഡിസ്ട്രോയർ ഈ റെഡ് സീയുടെ ഭാഗത്ത് കിടപ്പുണ്ട്. ഇതിലുപരിയായിട്ട് 2 ഡിസ്ട്രോയർ അപ്പുറത്ത് മെഡിറ്ററേനിയൻ സീയിൽ കിടപ്പുണ്ട്. ഇത് കൂടാതെ 4 വാർഷിപ്പുകൾ ആ ഏരിയയിലുണ്ട്. ഇത്രയും സാമഗ്രികൾ ഇവിടെ കിടക്കെ തന്നെ ഇറാന്റെ മിസൈൽ എങ്ങനെ വന്നു? ഇതൊരു വലിയ ചോദ്യമാണ്. എങ്ങനെയാണ് ഈ ഒരു ബ്രീച്ച് സംഭവിച്ചത്? അപ്പോൾ ഇത് ഇസ്രായേലിന്റെ ഡിഫൻസ് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവായിട്ട് കാര്യങ്ങൾ നോക്കി കാണേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. പറയേണ്ടത് നമ്മൾ പറയണമല്ലോ. ഇറാന്റെ ഇന്നത്തെ ഒരു ആക്രമണം ഒരു സക്സസ്ഫുൾ അറ്റൈൻമെന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തപ്പെടും. ആയത്തുള്ള ഖമനേയി ബങ്കറിന്റെ ഡോർ അങ്ങ് വലിച്ചങ്ങ് അടച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ മേളിലോ അമേരിക്കയുടെ ബേസിലോ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സാമഗ്രികളിലോ എന്തെങ്കിലുമൊക്കെ അറ്റാക്കുകളോ ആക്രമണങ്ങളോ നടത്തിയിട്ട് വന്ന് എൻ്റെ കതവ് മുട്ടിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാതിൽ കൊട്ടി അടച്ചിരിക്കുകയാണ്. സേവകരൊക്കെ എങ്ങനെയെങ്കിലും അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ബേസിൽ ഒരു ആക്രമണം നടത്തിയിട്ടേ പോയി എനിക്ക് ഖമനേയിയെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ബഹ്റൈനിലെ അമേരിക്കൻ ബേസിലേക്ക് ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇച്ചിരി കഴിഞ്ഞാൽ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ബഹ്റൈനിലെ അമേരിക്കൻ എയർബേസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇറാൻ. ഇനിയിപ്പോൾ ബഹ്റൈനിലെ ബേസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ബേസും ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അമേരിക്കൻ ബേസിനെ ഒരു ടാർഗറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഊഹിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ ബഹ്റൈനെ തൊട്ടാൽ തന്നെയും ബാക്കിയുള്ള GCC രാജ്യങ്ങളൊക്കെ 2 ചേരിയിൽ തിരിയാനുള്ള സാധ്യതയുണ്ട്. ആ ബഹ്റൈനിൽ നടത്തുന്ന അറ്റാക്ക് ബഹ്റൈനിന്റെ കൺസെന്റ് ആവശ്യമുണ്ട്. അതായത് അമേരിക്കൻ ബേസിലേക്ക് മാത്രമേ ഞങ്ങൾ ആക്രമണം നടത്തൂ എന്നുള്ള കൺസെന്റ് ബഹ്റൈൻ്റെ അടുത്ത് മേടിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും കൂടി നടക്കുന്നുണ്ട്. ബഹ്റൈൻ ആണെങ്കിൽ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. അമേരിക്കയിൽ നിന്ന് മാർക്കോ റൂബിയോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബേസിലോ ഒരു വാർഷിപ്പിലോ ഡിസ്ട്രോയറിലോ ഏതെങ്കിലും ഒരു സാമഗ്രിയിൽ തൊട്ടാലും നിങ്ങളുടെ നാശമാണെന്നാണ്, സർവനാശമാണെന്നാണ് മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മാക്സറിന്റെ 2 ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഇമേജ് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഡീകോഡ് ചെയ്ത് അവർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഈ ആക്രമണം നടത്തിയ ആ ഒരു സ്പോട്ടിന്റെ ഇമേജ്, ആ സ്പോട്ടിൽ ബങ്കർ ബസ്റ്റർ ഉപയോഗിക്കുന്നതിന്റെ സൂചനകൾ അവിടെ കാണുന്നുണ്ട്. ഇതിൽ ഞാൻ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആരോ മാർക്ക് പോകുന്ന ആ സ്ഥലത്ത് നിങ്ങൾ നോക്കുക. ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഹോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ബോംബ് എൻട്രി ചെയ്ത ഒരു വഴിയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് അവിടെ എഴുതിയിട്ടും കൂടിയുണ്ട് പോസിബിൾ ബോംബ് എൻട്രി എന്നവർ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങ് അറ്റത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ആരോ മാർക്ക് കാണിക്കുന്ന ആ സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഒരു പോസിബിൾ ബോംബ് എൻട്രി കാണാൻ കഴിയും. അപ്പോൾ ഇതുവഴി തുളച്ച് അകത്തോട്ട് ഇറങ്ങിപ്പോയി ഡ്രില്ല് ചെയ്ത് ബോംബ് അകത്തോട്ട് ഇറങ്ങിപ്പോയി അടിയിൽ ചെന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇതിന്റെ മുകളിലൊന്നും അത്ര രീതിയിലുള്ള ഡാമേജ് ഒന്നും കാണുന്നില്ല. കാരണം ഇതിന്റെ മേൽവശം ആ രീതിയിൽ പൊട്ടിത്തെറിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ ഈ ഫാർദോ എന്ന് പറഞ്ഞ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിന്റെ ആ ഒരു സ്ഥിതി. അപ്പോൾ ഇതിൽ നിന്നും ന്യൂയോർക്ക് ടൈംസ് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് ഇറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്, അതായത് ഈ ഒരു സെന്റർ അകത്ത് എത്രമാത്രം ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു ബോംബ് അവിടെ കൊണ്ട് ഇട്ടപ്പോഴത്തേക്കും 1 or 2 വീണിട്ടും ഇതിന് മുകളിലുള്ള ഈ സ്ഥലങ്ങളൊന്നും തന്നെ ഒരു രീതിയിലുള്ള കേടുപാടുകളും സംഭവിക്കാതെ ഇരിക്കുന്നത് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ന്യൂയോർക്ക് ടൈംസ് ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബലി തന്നെ ഇതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇപ്പം. അതായത് ഏത് രീതിയിലുള്ള ബോംബാണ്, എത്ര കപ്പാസിറ്റിയിലുള്ളതാണ്, എന്താണ് സംഭവിച്ചത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ കോൺഗ്രസിൽ തന്നെ ചോദ്യം ഉയരുന്നുണ്ട്. അമേരിക്കൻ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഇറാന്റെ മേലിൽ ആക്രമണം നടത്താൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് US കോൺഗ്രസിന്റെ ഒരു കൺസെന്റ് നേടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഓൾ ആർ അമേരിക്കൻസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ US പ്രസിഡന്റിന് സപ്പോർട്ട് കൊടുക്കും. അത് വേറെ. ഒരു ഡെമോക്രസി ഉള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ കോൺഗ്രസിന്റെ അപ്രൂവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കൺസെന്റ് മേടിക്കാതെ ഒരു ചെറിയ ഇൻഫർമേഷൻ പോലും പാസ്സാക്കാതെയാണ് ഈ ഒരു അറ്റാക്കിന് പ്രസിഡന്റ് ഉത്തരവിട്ടത്. അറ്റ്ലീസ്റ്റ് കോൺഗ്രസിലെങ്കിലും ഇതിനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമായിരുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഈ മിലിറ്ററി ഓപ്പറേഷൻസ് ഒക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സീക്രട്ട് ആയിട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്. ഇതൊക്കെ പ്രസിഡന്റിന് ഉത്തരവിടാനുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി ഹോൾഡ് ചെയ്യുന്ന കൊണ്ടാണ് അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ ഇന്റർണലി മാനേജ് ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അത് അമേരിക്കൻ കോൺഗ്രസിൽ ഇതൊരു ചർച്ചാ വിഷയമായതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വേറൊരു സൈഡും കൂടിയുണ്ട്. ഒരു രാജ്യത്തിനെ നെഗോസിയേഷനിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഇത്രമാത്രം എഫേർട്ട് എടുത്ത് ഇത്ര ഫൈറ്റർ ജെറ്റ് കൊണ്ടുവന്ന്
B2 ബോംബർ കൊണ്ടുവന്ന് സബ്മറൈൻസ് കൊണ്ടുവന്ന് ഈ രീതിയിൽ ഒരു ആക്രമണം നടത്തേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ ആക്രമണം എവിടെയെങ്കിലും ഒരു ചെറിയ ടച്ച് പോയിന്റ് എവിടെയെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വെറുതെ ഇറാനെ ടേബിളിലേക്ക് കോൾ ഫോർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ആക്രമണമല്ല. അതും കൂടി നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകേണ്ടതുണ്ട്. വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ ഇറാനെ ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭീമമായ ചെലവ് വരുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ അമേരിക്ക നടത്തിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർ വിശ്വസിക്കുമായിരിക്കും. എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും ചെലവേറിയ ഒരു ഓപ്പറേഷൻ ഇറാനെ നെഗോസിയേഷൻ ടേബിളിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരിക്കലും ചെയ്യില്ല. ഇതിന്റെ പുറകിലുള്ള താല്പര്യങ്ങൾ വേറെയാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇറാന്റെ ഉള്ളിൽ ന്യൂക്ലിയർ ബോംബ് ഇല്ല. ന്യൂക്ലിയർ ബോംബ് ഇല്ല. അവിടെ ആരാണ് ന്യൂക്ലിയർ ബോംബ് ഉണ്ടെന്ന് പറഞ്ഞത്? നമ്മൾ എത്രയോ വാർത്തകളിൽ മാസങ്ങളോളം പറയുന്നുണ്ട് അവിടെ ന്യൂക്ലിയർ ബോംബ് ഇല്ല. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാകത്തിന് 408 കിലോഗ്രാം യുറേനിയം അവർ എൻറിച്ച്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 80% എൻറിച്ച്മെന്റ് കഴിഞ്ഞ യുറേനിയമാണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. അതാണ് 408 കിലോഗ്രാം. ഇനി ഞാനൊരു ഇമേജ് കാണിക്കാം. ഈ ഇമേജിൽ ഈ ഫാർദോ എന്ന് പറഞ്ഞ സ്ഥലത്തും അതേപോലെ തന്നെ നറ്റാൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ ഒരു ആക്രമണം നടക്കുന്നതിന്റെ ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള ഇമേജ്, ഇതിൽ 2 ഇമേജുകൾ വരും. ആ 2 ഇമേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് വാഹനങ്ങൾ ആ സ്ഥലത്തിനെ ചുറ്റിപ്പറ്റി ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിട്ടുണ്ട്, അങ്ങോട്ട് പോവുക വരിക. അതിന് മുമ്പുള്ള ദിവസങ്ങളിലും ഇത്തരം രീതിയിലുള്ള ട്രാഫിക് അവിടെ ഉണ്ടായിട്ടില്ല. അതിന് കുറച്ച് ദിവസം നീങ്ങിയിട്ടും ഈ രീതിയിലുള്ള ട്രാഫിക് അവിടെ നടന്നിട്ടില്ല. പക്ഷേ ഈ ഇടപെട്ട ഒരു 1 വീക്കിന്റെ ഉള്ളിൽ ഫ്രീക്വന്റ് ആയിട്ട് കുറേ വാഹനങ്ങൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ ആ ഇമേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതും മാക്സർ പുറത്തിറക്കിയ ഇമേജ് ആണ്. അപ്പോൾ ഇത് ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കി കാണുന്നത് പറയപ്പെടുന്നത് ഇവിടെയുള്ള എൻറിച്ച്ഡ് യുറേനിയം അവർ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണെന്നുള്ള ഒരു നിഗമനവും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്റർനാഷണലി ഗ്ലോബലി തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. ന്യൂയോർക്ക് ടൈംസ് ആണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ആക്രമണം നിർണായകമായിട്ടുള്ള സ്ഥലത്ത്, അതായത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ, ഇറാന്റെ ഉള്ളിൽ നിർണായകമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചില ഡാമേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും തകർത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ ന്യൂയോർക്ക് ടൈംസ് വെണ്ട അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇറാൻ ലെബനാനിൽ സ്വാധീനം ചെലുത്തി ഹിസ്ബുള്ള ടീമിനെ ഒന്ന് ഒരുമിപ്പിച്ചെടുത്തിട്ട് ലെബനാന്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഗവൺമെന്റുമായിട്ട് ജോയിൻ ചെയ്ത് പഴയതുപോലെ അവിടെ ഒരു സർക്കാർ രൂപപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള രീതിയിലുള്ള ശ്രമമാണ് ഇറാൻ നടത്തിയത്. പക്ഷെ അത് പരാജയപ്പെട്ടിരിക്കുന്നു. ലെബനാൻ സർക്കാർ പറഞ്ഞത് നിങ്ങളുടെ യുദ്ധം നിങ്ങൾ തന്നെ നയിക്കണം, നിങ്ങളുടെ യുദ്ധത്തിൽ ഞങ്ങൾ പങ്കെടുക്കാൻ വരുന്നില്ല എന്നാണ് ലെബനാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത് ഒരു നെഗോസിയേഷൻ ടേബിളിലേക്ക് എത്തണം, അമേരിക്കയും ഇറാനും കൂടി ഇരുന്ന് ചർച്ച ചെയ്യണം, ഇത് നെഗോസിയേഷനിൽ എത്തി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഒരുക്കണം എന്നാണ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ അവരിത് പറയത്തില്ല. പക്ഷേ ഉക്രൈൻ റഷ്യ വിഷയത്തിൽ യൂറോപ്പിന് വേറെ നിലപാടാണ്. ആയുധങ്ങളൊക്കെ വാരിക്കോരി കൊടുത്ത് എങ്ങനെയെങ്കിലും ഉക്രൈനെ ഒന്ന് മുടിപ്പിച്ച് സെലൻസ്കിയെ നാട് വിട്ട് പലായനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് യൂറോപ്യൻ യൂണിയൻ നടക്കുന്നത്. അവരുടെ കാര്യം വരുമ്പോൾ അവർക്ക് നെഗോസിയേഷൻ വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ മറ്റുള്ളവർക്ക് നെഗോസിയേഷനുമായിട്ട് ഭയങ്കര ഉപദേശമാണ്. പാകിസ്ഥാൻ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു നോട്ടീസ് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട് അവർ. ഇസ്രായേൽ അതേസമയം ഇന്നലെ അമേരിക്ക ഒരു സൈഡിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പുറത്ത് ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നിർത്തിവെച്ചിരുന്ന ഇറാന്റെ വാർഷിപ്പ് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഫൂട്ടേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. പക്ഷേ ഇത് IDF റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അതിന്റെ റീസൺ അവർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഉള്ളിൽ ബോംബ് നിർമ്മിക്കാൻ പാകത്തിനുള്ള ചില സെറ്റപ്പുകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റീസൺ പറയും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ആക്രമണങ്ങൾ തകൃതിയായിട്ട് തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന ഹവാസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ഈ ഹവാസ് എന്ന് പറഞ്ഞ സ്ഥലം ഈ ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ തൊട്ട് മുകളിൽ കാണുന്ന സ്ഥലമാണ് ഈ അവാസ് എന്ന് പറഞ്ഞ സ്ഥലം. ഈ അവാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് 9 എണ്ണക്കിണറുകൾ ഇസ്രായേൽ അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നത്. അതായത് എനർജി റിസോഴ്സ് എല്ലാം തന്നെ തകർക്കുകയാണ്. അവരുടെ എക്കോണമിയുടെ സോഴ്സ് ആണ് ഈ ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ തകർത്ത് കളഞ്ഞാൽ പിന്നീട് ഇറാന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി തന്നെ ഇറാൻ എക്കണോമിക്കലി വളരെ ഡൗൺ ആണ്. ആ രാജ്യത്തിനാണ് ഈ ഒരു ഗതികേട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി, അതായത് ഞായറാഴ്ച ടു തിങ്കളാഴ്ച ആ ഒരു നൈറ്റിൽ, ആ രാത്രിയിൽ ടബ്രീസ് എന്ന് പറഞ്ഞ സ്ഥലം ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ടബ്രീസിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കംപ്ലീറ്റ് ഏരിയാസും അടിച്ച് ഒതുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ റെഡി ആയിട്ട് പോയിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം നാളത്തെ വാർത്തയിൽ ഇസ്രായേൽ ഉള്ളിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ, വിശദാംശങ്ങളൊക്കെ വെളിയിൽ വരുന്നതായിരിക്കും. അതുപോലെ ഇറാൻ ബെൻഗുറിയൻ എയർപോർട്ട് ഞങ്ങൾ തകർത്ത് കളഞ്ഞു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ മിസൈൽ എവിടെയെങ്കിലും പതിച്ചിട്ടുണ്ടാവാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തകളും ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് ഇറാന്റെ സൈഡിൽ നിന്നാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ മിസൈലുകൾ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന സമയം അവർ അടച്ചു വെക്കലാണ് പതിവ്. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്തിരുന്ന എയർപോർട്ട് വീണ്ടും അവർ ആഫ്റ്റർനൂൺ അത് ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് ഫ്ലൈറ്റ് സർവീസ് പോയതായിട്ടുള്ള വീഡിയോസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ട് അവിടെ നിന്ന് വീണ്ടും എയർപോർട്ട് ഓപ്പൺ ചെയ്ത് ബെൻഗുറിയൻ എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ IDF പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ആ എയർപോർട്ട് ഫുള്ളി ഡാമേജ് ഒന്നും ആയിട്ടില്ല. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു പക്ഷേ മിസൈൽ പതിച്ചിട്ടുണ്ടാവും. കാരണം ഇസ്രായേലിന്റെ ഉള്ളിൽ
ഇന്നലെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നല്ല രീതിയിലുള്ള ഡാമേജസ് സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണിച്ച അത്രയും ഇമേജുകൾ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അത്തരം ഇമേജുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ഇസ്രായേലിന്റെ ഉള്ളിലുള്ള ഇമേജസ് ആണ്. 3 ബന്ദികൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അസുഖബാധിതരായി മരിച്ച നിലയിലാണ് അവരെ കണ്ടെത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ അമേരിക്കയുമായിട്ട് ഇത്രയും വലിയൊരു പ്രശ്നം വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ നാൾ വഴികളിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ October 7 എന്ന് പറഞ്ഞ ഒരു ദിവസം എല്ലാവർക്കും ഓർമ്മയുണ്ടാവണം. ഈ October 7 എന്ന് പറഞ്ഞ ദിവസം ഇപ്പൊ എല്ലാവരും മറന്നിട്ട് ഇറാന്റെ മേളിൽ അമേരിക്ക അറ്റാക്ക് ചെയ്തു, ഇറാന്റെ മേളിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തു, ഈ വിഷയങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ 50-ലധികം ബന്ദികൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യ ബോധത്തെ മറച്ചു വെച്ചുകൊണ്ട് ഒരു വാർത്താ ചാനൽ പോലും ഈ ഒരു ബന്ദികളെ കുറിച്ച് മിണ്ടുന്നില്ല. അതായത് ഇപ്പോൾ നടത്തുന്ന ആക്രമണം ഈ ബന്ദികൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ന്യായീകരിക്കേണ്ട എന്നാണ് ഇപ്പോൾ വാദം. അതായത് ഇവന്റെ വീട്ടിൽ നിന്നല്ലല്ലോ ഈ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്, സ്വന്തം വീട്ടിൽ നിന്നുള്ള പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഇവനൊക്കെ അപ്പോഴേ സംസാരിക്കുള്ളൂ, വാ തുറന്ന് അപ്പോഴെങ്കിലും സംസാരിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ആ രീതിയിലാണ് ഡയലോഗുകൾ വരുന്നത്. കാരണം ഇതിനെല്ലാം കാരണം എന്താണ്? കാരണം ആ October 7 അതിന് മുമ്പുള്ള ഇസ്രായേലിലെ ചരിത്രമോ അല്ലെങ്കിൽ പാലസ്തീനികളുടെ ചരിത്രമോ ഇതൊക്കെ വിടൂ. എന്തിലാണ് ഈ ആക്ട് തുടങ്ങിയത്? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു വിഷയം തുടങ്ങിയത് എവിടെ നിന്നാണ്? October 7 2023 അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. ഇപ്പോഴും ഹമാസ് ഇത്രത്തോളം, അതായത് ഇവർക്ക് പൈസ കൊടുക്കുന്ന, ഇവർക്ക് ഫണ്ട് കൊടുക്കുന്ന ആ ഒരു ഇറാൻ എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിൽ തന്നെ ആക്രമണം എത്തിയിട്ടും ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ വിട്ടുതരില്ല എന്ന് പറയുന്ന ഇവരുടെ മാനസികാവസ്ഥ. എന്നിട്ട് ഗാസയിൽ എയ്ഡ് വേണം, ഗാസയിൽ ആശുപത്രി വേണം, ഗാസക്കാർക്ക് എല്ലാം വേണം, പക്ഷേ ഈ ബന്ദികളെ വിടില്ല. എന്തുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പോലും ഈ ബന്ദികളെ റിലീസ് ചെയ്യൂ എന്ന് ഹമാസിനെയോ അല്ലെങ്കിൽ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഈ നെഗോസിയേഷൻ ചെയ്യാൻ മീഡിയേഷൻ നിൽക്കുന്ന അറബ് രാജ്യങ്ങളെയോ ആരും തന്നെ പ്രഷർ ചെയ്യുന്നില്ല? ബന്ദികളെ ചോദിക്കുന്നത് ഇസ്രായേൽ മാത്രമാണ്, അല്ലാതെ ഒരു രീതിയിലുള്ള നെഗോസിയേഷനും അവിടെ നടക്കുന്നില്ല. എനിവേ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. എല്ലാത്തിനും ഇപ്പം നടക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും കാരണം ആകത്തുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹമാസാണ്. ഹമാസ് ഇസ് ദ ഓൺലി പ്രോബ്ലം. ഇപ്പം മിസൈലുകൾ പതിച്ച സ്ഥലങ്ങളുടെ ഒരു ഡീറ്റെയിലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടെലവീവിൽ 2 സ്ഥലങ്ങൾ പതിച്ചിട്ടുണ്ട്, അതേപോലെ നെസ സിയോണ എന്ന് പറഞ്ഞ സ്ഥലത്തും പതിച്ചിട്ടുണ്ട്, പിന്നെ ഹൈഫ. ഈ 3 സ്ഥലങ്ങളിലാണ് മിസൈൽ പതിച്ചത്. അതായത് നോർമലി നടക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഈ ഒരു അമേരിക്കൻ ആക്രമണത്തിന്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അതായത് ഇറാന്റെ റിറ്റാലിയേഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് ചർച്ച ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടെലവീവിൽ 2 സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ നെസ സിയോണ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ, അതുപോലെ തന്നെ ഹൈഫയിൽ, ഇത്രയും സ്ഥലങ്ങളിലാണ് മിസൈൽ പതിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.